കുട്ടി വലിയ വാശിയുള്ള കൂട്ടത്തിലാണോ? അങ്ങനെയൊന്നുമില്ല. എപ്പോഴും കരയാറുണ്ടോ? ഇല്ല. അപ്പൊ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ? എന്ത് കുഴപ്പം? സൗമ്യമായി പെരുമാറിയാൽ ഏത് കുഴപ്പമുള്ള കുട്ടിയെയും നമുക്ക് കീഴടക്കാം. കുട്ടിയുടെ പേരെന്താ? കിങ്ങിണി. ചിമ്മിനിയ? കിങ്ങിണി. കിങ്ങിണി. ഉദാഹരണത്തിന്? അല്ല, കുട്ടി ഉറങ്ങുക. ഉറങ്ങാണെന്ന് എനിക്ക് മനസ്സിലായി, അല്ലാതെ കണ്ണടച്ച് ചിന്തിക്കുകയല്ലെന്ന് എനിക്കറിയാം. ബാർഗെയിൻ ചെയ്യരുത്. എല്ലാവരും ഞാൻ പറയാം, ബാർഗെയിൻ ചെയ്യരുത്. ശാസ്ത്രീയമായ രീതിയിൽ ഉറങ്ങുന്ന കുട്ടിയെ എങ്ങനെ കൊഞ്ചിക്കാം അത് ഞാൻ കാണിച്ചു തരാം. കൊച്ചാണെന്നല്ലോ. അതും ശരിയാക്കി തരാം. മോളെ കരയല്ല 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 Listen to me. നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി ഞാൻ എന്റെ ഡ്യൂട്ടി തുടങ്ങട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ചേട്ടാ, കുഞ്ഞിനെ നല്ലോണം നോക്കണേ. ആഹാരമൊക്കെ കൃത്യസമയത്തിന് കൊടുക്കണം. ചേട്ടനെ വിശ്വസിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. കുട്ടികളെ നോക്കാൻ നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. സായിപ്പിന്റെ കുട്ടി തൊട്ട് കൾച്ചറില്ലാത്ത മലയാളീസിന്റെ കുട്ടികളെ വരെ ഞാൻ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ബാർഗെയിൻ വേണ്ട. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ 6 മാസം മുമ്പ് നോട്ടീസ് തന്ന് എന്നെ പിരിച്ചുവിട്ടോളൂ. തമ്മിൽ നോക്കുന്ന എനിക്കിഷ്ടമല്ല. ഞാൻ തന്ന ലിസ്റ്റിലുള്ള സാധനങ്ങൾ ഇന്ന് തന്നെ എത്തിച്ചേക്കണം. പിന്നെ എഴുതാൻ വിട്ടുപോയി, 2 ബോട്ടിൽ ആൽക്കഹോൾ. ആൽക്കഹോളോ? എന്തിന്? ശാസ്ത്രീയമായി കുട്ടികളെ പരിചരിക്കുന്നതിൽ ആൽക്കഹോളിന്റെ പങ്ക് ചെറുതല്ല. അതുകൊണ്ട് കുട്ടിയെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ 2-3 തുള്ളി ആൽക്കഹോൾ ഒഴിക്കേണ്ടതായിട്ട് വരും. അതിന്റെ ജീംസിനെ നശിപ്പിക്കാം. ഡെറ്റോളിന്റെ കാര്യം പറയുന്നത്. ഡെറ്റോൾ ഞാൻ വേറെ എഴുതിയിട്ടുണ്ട്. അതിന്റെ ഉപയോഗം എന്താണെന്ന് എനിക്കറിയാം. ഉടനെ ആൽക്കഹോൾ കൊണ്ട് എത്തിക്കാം. ആൽക്കഹോൾ എത്തിക്കാം. നിക്ക്. ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. നിങ്ങൾ ഈ 3 പേരിൽ ആരുടെയാണ് ഈ കുട്ടി? അല്ല, പാരന്റ്സ് ആയിട്ട് ചില ഡീലിങ്സ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നുള്ളൂ. ഞങ്ങളുടെ കുട്ടിയാ. 3 പേരും കൂടി ഒരുമിച്ചുള്ള കുട്ടിയാ? അത് നിങ്ങൾ അറിയണ്ട. എനിക്കറിയണം. ഈ കുട്ടി എവിടെ നിന്ന് കിട്ടി? ഞങ്ങളൊരു ഓർഫനേജിൽ എടുത്ത് വളർത്തുന്നു. എന്തിന്? ഒരു തമാശക്ക്. അങ്ങനെ തമാശക്കാണെങ്കിൽ ചെറിയൊരു കുരങ്ങച്ചനെ വളർത്തിയാ പോരെ? എന്താ ഞാൻ ചോദിച്ചാൽ കുഴപ്പമുണ്ടോ? ഉമ്മ വയ്ക്കാൻ വരട്ടെ. പകർച്ചവാദികൾ കുട്ടികൾക്ക് എളുപ്പത്തിൽ പകരാൻ സാധ്യതയുണ്ട്. അഥവാ നിങ്ങൾക്ക് ഉമ്മ വയ്ക്കാൻ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എന്നെ ഉമ്മ വെച്ചോളൂ. കെട്ടിപ്പിടിക്കില്ല സാറേ. ഹലോ, സുജിയ. കോളേജിൽ പോയില്ലെന്ന്? മടി, പോയില്ല. ഈടെയായിട്ട് ഭയങ്കര ഉഴപ്പാന്നാണല്ലേ ഞാൻ കേട്ടത്. ഈ പ്രായത്തിൽ ചില പെമ്പിള്ളേർ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി വെക്കുന്നതിന് മുൻപ് കെട്ടിച്ചു വിടാൻ പറഞ്ഞിട്ട് ഡാഡിയും മമ്മിയും കേക്കണ്ടേ? കയ്യിന്ന് കാശിലവില്ലാതെ മോൾ ആരുടെങ്കിലും കൂടെ പോവുകയാണെങ്കിൽ പോട്ടെന്ന് വിചാരിച്ചാണ് അവര്. അങ്ങനെ ഇപ്പൊ ഇറങ്ങി വരുമെന്ന് ആരും മോഹിക്കണ്ട. മര്യാദയ്ക്ക് നാട്ടുനടപ്പനുസരിച്ച് വിളിച്ചിറക്കി കൊണ്ടുപോയാ മതി. ആർ യു സീരിയസ്? യെസ്. ഹലോ, എന്താ ഉണ്ണി പെട്ടെന്ന്? അല്ല, ഞാൻ നമ്മുടെ കിങ്ങിണിയെ കുറിച്ച് ഓർത്തുപോയി. എന്തേ? നമ്മുടെ വിവാഹം കഴിഞ്ഞ കിങ്ങിണിയെ പിന്നെ ആര് നോക്കും? ഉണ്ണിയുടെ ഫ്രണ്ട്സ് ഇല്ലേ? നമുക്ക് വളർത്തിക്കൂടെ നമ്മുടെ മോളായിട്ട്? സുജി, എന്തൊന്നും പറയാത്തത്? ഉണ്ണിയുടെ ഇഷ്ടം. മോളെ ആര്യപുത്രി, കരയല്ലടി പൊന്നെ. ഇങ്ങിട്ട് കുജാര ഇങ്ങിട്ട് കുജാര. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിഠായി ഡായ്. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിഠായി ഡായ്. കൊച്ചു കുട്ടി
കുട്ടി കിടന്ന് കരയുന്നുണ്ടല്ലേ? അതേ കരയാണ്, അതുകൊണ്ടല്ലേ പാട്ട് പാടി ഓർക്കണേ. നിങ്ങൾ പോയി ഡ്രസ്സ് മാറിയിട്ട് വന്നേ. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്ത കോലുമിട്ടായിടായിടായി, കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്ത കോലുമിട്ടായിടായിടായി, കൊച്ചു കുട്ടികൾ. അപ്പൊ ഇങ്ങോട്ട് വന്ന് മാനത്തെ പാൽക്കടവിൻ പവിഴ കൽപ്പടവിൽ വാടാ പൂവിതറും കൺമണിയേ. മാനത്തെ പാൽക്കടവിൻ പവിഴ കൽപ്പടവിൽ വാടാ പൂവിതറും കൺമണിയേ. ലാലല്ലാ ലാലല്ലാ. എനിക്കൊരു മേറ്റർ അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. എന്താ? എനിക്കിവിടെ എന്റെ ജോലി. തനിക്കത് ഇതുവരെ മനസ്സിലായില്ലേ? ബാർഗെയിൻ ചെയ്യാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്റെ പരിപാലനത്തിൽ വേറൊരാൾ കൈ കടത്തുന്നത് എനിക്കിഷ്ടമല്ല. തനിക്കിപ്പോ എന്താ വേണ്ടത്? കുട്ടിയെ ശിശുപാലനം വിട്ടു തരൂ. എനിക്ക് കുട്ടിയെ താരാട്ട് പാടിയില്ലെങ്കിൽ ഉറക്കം വരില്ല. അതൊരു ശീലമായി പോയി. രാത്രി ഇവിടെ കിടന്നോട്ടെ, ഓഫീസ് വർക്ക് കഴിഞ്ഞാൽ കുട്ടിയെ ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ ഷിഫ്റ്റ് അനുസരിച്ച് ജോലി ചെയ്യാൻ ഇത് HMT അപ്പോൾ ടയേഴ്സോ ഒന്നുമല്ല. നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ തോഷിബ എന്തെങ്കിലും FSCలో പൊക്കോളൂ, അല്ലെങ്കിൽ എവിടേക്കും പൊക്കോ. ഇയാൾക്ക് ഭ്രാന്താണോ? ഞാൻ നല്ലൊരു താരാട്ട് പാടിയിട്ട് ഈ കൊച്ചിനെ ഉറക്കാൻ പോവാണ്. അതിനി ബാർഗെയിൻ ചെയ്തിട്ട് കാര്യമില്ല. വരൂ കുട്ടി. ദുഃഖഭാരം ചുമക്കുന്ന ദുശ്ശഗുണമാണു ഞാൻ, ചില്ലുമേടയിലിരുന്നെന്നെ കല്ലെറിയല്ലേ കിങ്ങിണി, കല്ലെറിയല്ലേ കരിങ്കല്ലെറിയല്ലേ, കരിങ്കല്ലുകൾ കൊണ്ടെന്നെ എറിയാലാം. കുഞ്ഞു കിടന്ന് കരയുന്നുണ്ടല്ലേ? താങ്കൾ ഉറങ്ങുക. ആ കുട്ടി കുറച്ചു നേരം അവിടെ കിടന്ന് കരയട്ടോ. എനിക്ക് ആ കരച്ചിലായിട്ടല്ലേ ഉറക്കം വരുള്ളൂ. അതങ്ങനെ ഒരു ശീലായി പോയി. നീ കൊച്ചിനെ കഷ്ടം കേട്ടാ. ദേ, ഞാൻ ഉറങ്ങിയിട്ട് നിങ്ങൾ കുട്ടീനെ അവിടെ കൊണ്ടുപോയി കിടത്തിക്കോളൂ. നിങ്ങൾ ഉറങ്ങിയിട്ട് കുട്ടീനെ അവിടെ കൊണ്ടുപോയി കിടത്തിക്കോളൂ. പിന്നെ ഞാനെങ്ങനെ ഉറങ്ങാ? കിങ്ങിണി കിങ്ങിണി നിന്റെ അമ്മൂമ്മ. ദേ ഇവിടെ എഴുതിട്ടിരിക്കണല്ലേ കിങ്ങിണി അമ്മൂമ്മ. ഞാനിപ്പോ ഉറങ്ങാൻ എന്താ ചെയ്യാ? ഈ കൊടുത്ത കരണ് ഒരു പാവം കൂടി കിട്ടാനില്ല. ഓരോരോ ശീലങ്ങൾ വന്ന എന്താ ചെയ്യ? ഉറങ്ങ തന്നെ അല്ലാണ്ട് എന്ത് ചെയ്യണേ? ഇല്ല, കിട്ടിയില്ല. ആൾക്കോള് കിട്ടിയില്ല. കൊടുത്തയക്കോ? ആ പ്ലീസ് ഹോൾഡ് ഓൺ. ഓളൊന്ന് സംസാരിച്ചേ, ഒന്ന് പിടിച്ചേ, സംസാരിക്കേ, പിടിക്കേ. ആൽക്കഹോൾ കിട്ടിയ അവന് തന്നോലോട്ടോ. എന്താ ലാംഗ്വേജ് പ്രോബ്ലം ആണോ? നിങ്ങളുടെ മദർ ടങ് എന്താന്ന് വെച്ചാൽ അതിൽ എന്നോട് സംസാരിച്ചോളൂ. ഏത് ഭാഷയാണെങ്കിലും ഞാൻ റിപ്ലൈ തരാം. മറാത്തി, തെലുഗു, കന്നഡ, മലയാളം. ആരൊക്കെയാണ് നിങ്ങൾ? അനന്തപത്മനാഭൻ ഇവിടെയല്ലേ താമസം? ഓ, മലയാളീസ് ആണല്ലേ? അതെ. മലയാളീസ് വളരെ ഡെർട്ടി ഫെല്ലോസ് ആണ്. എന്നാലും പറയൂ, വാട്ട് ഈസ് ദി പ്രോബ്ലങ്ങൾ? അനന്തപത്മനാഭനെ ഒന്ന് കാണണം. ആര്? അനന്തപത്മനാഭൻ. അതിന് ഇവിടെ വരെ വരേണ്ട കാര്യമില്ലല്ലോ. തിരുവനന്തപുരത്ത് ചെന്നാ കാണാമല്ലോ. ടെമ്പിളില്ലേ, ടെമ്പിള്. നീ അദ്ദേഹത്തിന് ബ്രദറെ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ പോയാൽ മതി. അവിടെ ഉണ്ട് ടെമ്പിള്. അല്ല, ഇവിടെ താമസിക്കുന്ന അനന്തപത്മനാഭൻ. അനന്തപത്മനാഭൻ എന്ന് പറഞ്ഞിട്ട് ആരും ഇവിടെ താമസിക്കണില്ല. ഇവിടെ ഞാനും എന്റെ കുറച്ച് സഹപ്രവർത്തകർ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ അനന്തപത്മനാഭൻ എന്ന് പറയുന്ന ഒരു മലയാളീസ് ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അല്ല, അതെ. ബാർഗെയിൻ ചെയ്യരുത്, ബാർഗെയിൻ ചെയ്യരുത്. ഞാൻ പറഞ്ഞു ഇല്ലേ? ഉണ്ടെങ്കിൽ ഞാൻ തരില്ലേ. ഇവിടെ ഇല്ല. ഉണ്ടാക്കി തരാൻ പറ്റുമോ? പൊക്കോളൂട്ടോ. കിട്ടുമ്പോ തരാം, എടുത്തു വെക്കാം. പൊക്കോളൂട്ടോ. മലയാളീസിന് വേറെ പണിയൊന്നുമില്ലേ? ഇവർക്കൊല്ലേ മിലിറ്ററി പോയി ചേർന്നൂടെ? എനിക്ക് ചാവാൻ പേടിനെ. കൊള്ളന്മാരല്ലേ ഇവര്. കുഞ്ഞെവിടെ വെച്ചാ?